പരഭ്രമണ പഥത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇപ്പോൾ മനുഷ്യന്റെ സഞ്ചാരമോഹങ്ങൾ. ഡെനിസ് ടിറ്റോയെ ഓർമ്മയുണ്ടോ? സ്പേസ് ടൂറിസം എന്ന വിശാലമായ സാധ്യതയ്ക്ക് തുടക്കമിട്ടത് ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റായ ഡെനിസ് ടിറ്റോയാണ്. ചരിത്രം സൃഷ്ടിച്ച നീലസംഘത്തിൽ അവർ 6 വനിതകൾ ഉണ്ടായിരുന്നു. ലോക പ്രശസ്ത അമേരിക്കൻ പോപ്പ് ഗായിക കാറ്റി പെറി, പ്രമുഖ പത്രപ്രവർത്തക ഗെയിൽ കിങ്, നാസയിലെ മുൻ റോക്കറ്റ് ശാസ്ത്രജ്ഞയും സംരംഭകയുമായ ഐഷ ബോവ്, ബയോസ്ട്രോണിക്സ് ഗവേഷക അമാൻഡ എൻഗ്വേൻ, സിനിമാ നിർമ്മാതാവ് കെറിയാൻ ഫ്ലിൻ, ബ്ലാക്ക് ഓപ്സ് ഏവിയേഷൻ കമ്പനി സ്ഥാപക ലോറൻ സാഞ്ചസ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിനാണ് ഇവരുടെ ബഹിരാകാശ വിനോദസഞ്ചാര ദൗത്യം യാഥാർത്ഥ്യമാക്കിയത്. വെസ്റ്റ് ടെക്സാസിലെ കേന്ദ്രത്തിൽ നിന്ന് ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് വനിതകൾ മാത്രമടങ്ങുന്ന പേടകവുമായി കുതിച്ചു. വിക്ഷേപണത്തിന്റെ 4-ാം മിനിറ്റിൽ പേടകം റോക്കറ്റിൽ നിന്ന് വേർപെട്ട് നീങ്ങി. പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് തുടർന്ന് തിരിച്ചിറങ്ങി. അന്തരീക്ഷത്തിന്റെ അതിർത്തിയായ കർമാൻ രേഖ കടന്ന് പേടകം കുതിച്ചു. കർമാൻ ലൈൻ കടന്നതിനാൽ സാങ്കേതികമായി ഇതിനെ ബഹിരാകാശ യാത്ര എന്ന് തന്നെ വിളിക്കാം. ഉപരിതലത്തിൽ നിന്ന് 105 കിലോമീറ്റർ ഉയരെ കുതിച്ചെത്തിയ പേടകത്തിലെ ഗുരുത്വാകർഷണം കുറഞ്ഞത് 6 യാത്രികരും ആഘോഷമാക്കി. എത്തിയിരിക്കുന്നത് അത്ഭുത ലോകത്തെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഭൂമിയുടെ സൗന്ദര്യവും ചന്ദ്രന്റെ ഉദയവുമെല്ലാം അവർ കൗതുകത്തോടെ കണ്ടു. 10 മിനിറ്റോളം ബഹിരാകാശത്തിന്റെ മായികത്തട്ടിൽ അവർ ചെലവഴിച്ചു. ശേഷം പ്രത്യേക പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വേഗം നിയന്ത്രിച്ച് നേരത്തെ നിശ്ചയിച്ച കരപ്രദേശത്ത് അവർ ഇറങ്ങി. ബ്ലൂ ഒറിജിന്റെ ബഹിരാകാശ വിനോദസഞ്ചാരത്തിന്റെ 11ാം യാത്രാ ദൗത്യമായിരുന്നു ഇത്. കമ്പനി ഉടമ ജെഫ് ബസോസ് അടക്കം പല പ്രമുഖരും ഈ പേടകത്തിൽ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും സ്ത്രീകൾ മാത്രമുള്ള ഒരു സംഘം ദൗത്യത്തിന്റെ ഭാഗമായി എന്നതായിരുന്നു പുതുമ. ശതകോടീശ്വരൻ ജെഫ് ബസോസിന്റെ നേതൃത്വത്തിലുള്ള എയ്റോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ബ്ലൂ ഒറിജിന്റെ പുതിയ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് നടത്തുന്ന 11ാം മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ് NS-31. ജെഫ് ബസോസിന്റെ പ്രതിശ്രുത വധുകൂടിയാണ് ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ബ്ലാക്ക് ഓപ്സ് ഏവിയേഷൻ കമ്പനി സ്ഥാപക ലോറൻ സാഞ്ചസ്. ബസോസ് എർത്ത് ഫണ്ടിന്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ് ലോറൻ സാഞ്ചസ്. ഓരോ മേഖലയിലും ശ്രദ്ധേയമായ വനിതാ മുഖങ്ങളെയാണ് ബസോസ് ഈ ദൗത്യത്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്. ലോകമെങ്ങും എണ്ണിയാലൊടുങ്ങാത്ത ആരാധക വൃന്ദമുള്ള ഗായിക കാറ്റി പെറിയുടെ പേരിൽ തന്നെയാണ് ഈ ദൗത്യസംഘം അറിയപ്പെട്ടത്. യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡറും കലയിലൂടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഫയർ വർക്ക് ഫൗണ്ടേഷൻ സ്ഥാപക കൂടിയാണ് കാറ്റി പെറി. നാസയിലെ മുൻ റോക്കറ്റ് ശാസ്ത്രജ്ഞയായ സംഘാംഗം ഐഷ ബോവ് സ്റ്റെംബോർഡ് എന്ന എഞ്ചിനീയറിംഗ് കമ്പനിയുടെ സിഇഒയും ലിംഗോ എന്ന എഡ്യൂടെക് കമ്പനിയുടെ സ്ഥാപകയുമാണ്. ബയോസ്ട്രോണിക്സ് ഗവേഷകയായ അമാൻഡ ഗുയേൻ ലൈംഗിക ക്രൂരകൃത്യങ്ങൾക്കിരയായ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തക എന്നതിനപ്പുറം വിയറ്റ്നാമിൽ നിന്നുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രിക കൂടിയാണ്. പുതിയ അനുഭവങ്ങൾ ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറായ ഗെയിൽ കിങ് പ്രമുഖ പത്രപ്രവർത്തകയും CBS മോർണിംഗിന്റെ അവതാരകയുമാണ്. ദിസ് ചേഞ്ചസ് എവറിത്തിങ്, ലില്ലി എന്നീ സിനിമകളുടെ നിർമ്മാതാവും കമ്മ്യൂണിറ്റി പ്രവർത്തകയുമാണ് കെറിയാൻ ഫ്ലിൻ. വിമൻ ഒൺലി ബഹിരാകാശ യാത്ര എന്ന ആശയം വലിയ ചർച്ചയാക്കി മാറ്റാൻ ബ്ലൂ ഒറിജിനും ജെഫ് ബസോസിനും സാധിച്ചു. എന്തായാലും ഈ ദൗത്യത്തിന്റെ വിജയം ഭാവിയിലേറെ സ്ത്രീകളെ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് സജീവമാക്കുമെന്നതിൽ സംശയമില്ല. ദേ പോയി ദാ വന്നു. ഇപ്പൊ അത്രയേ ഉള്ളൂ സ്പേസ് ടൂറിസം. പക്ഷേ സാധാരണക്കാർക്ക് പ്രാപ്യമാകാൻ ഇനിയും സമയമെടുക്കും.